ന്യൂമാൻ കോളേജിലെ അധ്യാപകനായ ജോസഫ് മാഷിന്റെ കൈ വെട്ടിയ കേസ് കേരളത്തിൽ ആകെ വലിയ ചർച്ചാ വിഷയമായ സംഭവമായിരുന്നു. കേസിലെ ഒന്നാം പ്രതി 13 വർഷമായി കണ്ണൂർ മട്ടന്നൂരിൽ ഒളിച്ചു താമസിക്കുകയായിരുന്നു എന്നതാണ് നിലവിലെ വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ CPMന്റെ ശക്തി കേന്ദ്രമായ കണ്ണൂരിലെ മട്ടന്നൂരിൽ ഒളിവിൽ താമസിച്ച ഒന്നാം പ്രതിയെ കഴിഞ്ഞ 13 വർഷത്തിനിടയിൽ അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്ന ഇത്രയും നാളായിട്ടും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും കണ്ണൂരിന്റെ ശക്തി കേന്ദ്രമായ മട്ടന്നൂരിൽ ഒരു ഭീകരവാദി 13 വർഷം സുരക്ഷിതമായി കുടുംബത്തോടൊപ്പം വാടക വീട്ടിൽ താമസിച്ചു എന്നതും രാഷ്ട്രീയപരമായി ചർച്ചയ്ക്കെടുത്തിരിക്കുകയാണ് കെ സുരേന്ദ്രൻ. അദ്ദേഹം പറയുന്നു, CPMന്റെ ശക്തി കേന്ദ്രമായ കണ്ണൂരിലെ മട്ടന്നൂരിൽ ഒരു ഭീകരവാദി സുരക്ഷിതമായി 13 വർഷം ഒളിവിൽ താമസിക്കണമെങ്കിൽ ഭീകരവാദികളെ സംരക്ഷിക്കുന്ന ഇടമാണ് കണ്ണൂർ. ഭീകരവാദികളെ സംരക്ഷിക്കുന്നതാണ് ഇവിടുത്തെ സർക്കാർ. ഭീകരവാദികൾക്ക് ഇടം നൽകുന്ന പാർട്ടിയാണ് CPMന്റെ ശക്തി കേന്ദ്രങ്ങളും എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭീകരവാദികളുടെ റിക്രൂട്ട്മെന്റ് നടന്നത് കണ്ണൂരിലാണെന്ന് വ്യക്തമായി പറയുകയാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ. കൂടാതെ ഭീകരവാദികൾക്ക് ആദ്യം ഇഷ്ടം ജമ്മു കാശ്മീരായിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടം സുരക്ഷിതമല്ല എന്ന് അവർ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഇടങ്ങളിൽ രാപ്പാർക്കുന്നത്, ഇങ്ങനെയുള്ള ഇടങ്ങൾ താവളമാക്കുന്നത് എന്ന് കെ സുരേന്ദ്രൻ പറയാതെ പറയുന്നു. ജമ്മു കാശ്മീർ ഒരു കാലഘട്ടങ്ങളിൽ തീവ്രവാദികളുടെ ശക്തി കേന്ദ്രമായിരുന്നു. തങ്ങൾ അധികാരത്തിൽ വന്നതിന് ശേഷം തീവ്രവാദികളെ ജമ്മു കാശ്മീരിൽ നിന്ന് ഒഴിവാക്കി ഇപ്പോൾ അതേ തീവ്രവാദികൾക്ക് ഇടം നൽകുന്നത് പിണറായി സർക്കാരിന്റെ കേരളത്തിലാണ് എന്ന് കെ സുരേന്ദ്രൻ പറയാതെ പറയുകയാണ് ഇവിടെ. കൂടാതെ മറ്റൊരു രൂക്ഷ വിമർശനം കൂടി ഇദ്ദേഹം നടത്തുന്നുണ്ട്. പോലീസിന്റെ സഹായം ഭീകരവാദികൾക്ക് ലഭിക്കുന്നുണ്ട് എന്ന രൂക്ഷമായ വിമർശനവും കെ സുരേന്ദ്രൻ ഇതിനോടൊപ്പം നടത്തുന്നുണ്ട്. എന്തുകൊണ്ട് ആഭ്യന്തര വകുപ്പിന് ഈ കൊടും കുറ്റവാളിയെ കണ്ടെത്തുവാൻ സാധിച്ചില്ല, ഈ ഭീകരവാദിയെ കണ്ടെത്തുവാൻ സാധിച്ചില്ല എന്ന ഒരു ചോദ്യം കൂടി കെ സുരേന്ദ്രൻ ഉയർത്തുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്, ഈ മതഭീകരവാദിക്ക് പ്രാദേശികമായ സഹായം മട്ടന്നൂരിൽ ലഭിച്ചു എന്നുള്ള വിവരത്തെ സംബന്ധിച്ച് ആഭ്യന്തര വകുപ്പിന് എന്താണ് പറയാനുള്ളത്? എന്തുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ കണ്ണൂരിൽ തന്നെ ആവർത്തിക്കുന്നത്? ഇവിടെ ISIS റിക്രൂട്ട്മെന്റ് നടന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ണൂരിലാണ്. കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത ISIS റിക്രൂട്ട്മെന്റ് ഏറ്റവും കൂടുതൽ നടന്നിരിക്കുന്നത് കണ്ണൂരിൽ നിന്നാണ്. എന്തുകൊണ്ടാണ് കണ്ണൂരിൽ ഇങ്ങനെ തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഉത്തരം വളരെ വ്യക്തമാണ്. അതിന് ഭീകരന്മാർക്ക് വളരാൻ പറ്റിയ ഒരു രാഷ്ട്രീയം കാലാവസ്ഥ ഇവിടെ സൃഷ്ടിക്കുകയാണ്. CPM അതിന് അനുകൂലമായിട്ടുള്ള ഒരു പ്രചാരണം ഇവിടെ നടത്തുകയാണ്. മതഭീകരന്മാർക്ക് വളരാൻ പറ്റിയ ഒരു രാഷ്ട്രീയ പ്രചരണം, അവർക്ക് വേരുറപ്പിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥ മനഃപൂർവ്വം ഇവിടെ സൃഷ്ടിക്കുകയാണ് വോട്ട് ബാങ്കിന് വേണ്ടി. അതാണിത് കാണിക്കുന്നത്. ഞെട്ടിപ്പിക്കുന്നതാണ് ഈ സംഭവം. കേരളം കാശ്മീരിൽ പണ്ട് ഇത്തരം ഭീകരവാദികളൊക്കെ ഒളിച്ചു താമസിച്ചിരുന്നു. ഇപ്പൊ കാശ്മീർ സുരക്ഷിതമല്ല എന്നവർക്ക് മനസ്സിലായി. ഇപ്പൊ ഏറ്റവും വലിയ സുരക്ഷിത താവളം കേരളമാക്കി പിണറായി വിജയനും CPMും കോൺഗ്രസും കേരളത്തെ മാറ്റിയിരിക്കുക. അല്ല, CPM മറുപടി പറയണം. എല്ലാത്തിനും വർത്തമാനം പറയുന്ന ഗോവിന്ദന്റെ നാട്ടിൽ ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് അദ്ദേഹം മറുപടി പറയണം. ജയരാജന്റെ ഇടതുമുന്നണി കൺവീനറുടെ നാട്ടിൽ, MP ഗോവിന്ദന്റെ നാട്ടിൽ, പിണറായി വിജയന്റെ നാട്ടിൽ എങ്ങനെയാണ് ഇത്തരം മതഭീകരന്മാർക്ക് 13 കൊല്ലം സുരക്ഷിതമായി ഒളിച്ചു താമസിക്കാൻ കഴിയുന്നത്? പ്രാദേശിക സഹായം ആരാണ് നൽകിയിട്ടുള്ളത്? ജനങ്ങൾക്ക് അറിയണമല്ലോ. അതിന് അവരും മറുപടി പറയണം. എന്തായാലും കേരള ജനതയെ ആകെ നടുക്കിയ ന്യൂമാൻ കോളേജിലെ അധ്യാപകന്റെ കൈവെട്ടിയ കേസിലെ ഒന്നാം പ്രതിയെ പിടിച്ചത് രാഷ്ട്രീയപരമായി ഉപയോഗപ്പെടുത്തുകയാണ് കെ സുരേന്ദ്രൻ. അത് ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടിയാകാനും സാധ്യതകളേറെയാണ്. വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കുമോ എന്നതും അറിയേണ്ട ഒന്ന് തന്നെയാണ്. എന്തായാലും ഒരു കൈവെട്ട് കേസ് രാഷ്ട്രീയപരമായി മുതലെടുക്കുകയാണ് ഇവിടെ സുരേന്ദ്രൻ. കേരളത്തിലെ BJP വക്താക്കളാണ് CPMനെ ഒരു ഭീകര സംഘടനയായി ചിത്രീകരിക്കുവാൻ ശ്രമിക്കുന്നതെങ്കിൽ ബംഗാളിൽ മമതാ ബാനർജിയും ഇതേ അഭിപ്രായത്തോട് ഉറച്ചു നിൽക്കുകയാണ്. CPIMുമായി യാതൊരു തരത്തിലുള്ള സഖ്യത്തിനും തങ്ങൾ തയ്യാറല്ല. CPIM ഒരു ഭീകര സംഘടനയാണ്. ഭീകര സംഘടനയുമായി യാതൊരു ഒത്തുചേരലിനും തങ്ങൾ തയ്യാറല്ല. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ബംഗാളിനെ, കൃത്യമായി പറഞ്ഞാൽ 35 വർഷക്കാലമായി ബംഗാളിനെ നശിപ്പിച്ചിട്ടിരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ CPIMന്റെ കയ്യിൽ നിന്ന്, ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസിന്റെ കൈകളിൽ, മമതാ ബാനർജിയുടെ കൈകളിൽ സുരക്ഷിതമായി എത്തിയിരിക്കുകയാണ് അവിടുത്തെ ജനങ്ങൾ എന്നവർ പറയുന്നു. അതിന് ചില കാരണങ്ങളും വ്യക്തമാക്കുന്നുണ്ട് മമതാ ബാനർജി. അവിടെ
ഇടതുപക്ഷ സർക്കാർ ഭരിച്ചിരുന്ന കാലത്ത് ജനങ്ങൾ ഭയത്തിലായിരുന്നു, അവർക്ക് സമാധാനം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അവർ സമാധാനത്തോടുകൂടി ബംഗാളിൽ വാഴുന്നുവെന്ന് അവർ പറയുന്നു. ഒപ്പം പറയുന്നത് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ലഭിച്ചിരുന്ന തൊഴിലവസരങ്ങളായിരുന്നു. സർക്കാർ ജോലിയിലേക്ക് പ്രവേശിച്ചവരുടെ എണ്ണം വർദ്ധിച്ചു എന്നും മമതാ ബാനർജി പറയുന്നു. എന്തായാലും ബംഗാളിലും കേരളത്തിലുമൊക്കെ പ്രതിപക്ഷ പാർട്ടികൾ CPM ഒരു ഭീകര സംഘടനയാണ് എന്ന അഭിപ്രായത്തിലേക്കാണ് മമതാ ബാനർജിയും കെ സുരേന്ദ്രനും എത്തിയിരിക്കുന്നത്.